മുങ്ങിക്കപ്പലിനുള്ളിൽ കയറിയിട്ടുണ്ടോ? അതെന്തൊരു ചോദ്യമല്ലേ. എല്ലാവർക്കും അങ്ങനെ മുങ്ങിക്കപ്പലിൽ കയറാൻ പറ്റുമോ? നമുക്കൊരു അവസരം വന്നിട്ടുണ്ട്. വിശാഖപട്ടണം ആർക്കെ കടൽ തീരത്ത് മുങ്ങിക്കപ്പലായിരുന്ന INS കുർസുറ അതുപോലെ എടുത്തു വെച്ച് നേവൽ സബ്മറൈൻ മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട്. കടലിലല്ല, കരയിലാണ് ഈ മ്യൂസിയം. പ്രിയപ്പെട്ടവർക്കെല്ലാം ട്രാവൽ ഡയറിയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ഒക്കെ തരണം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് സബ്മറൈനുള്ളിലേക്ക് പ്രവേശിക്കാം. ടിക്കറ്റ് എടുത്ത് മാത്രമേ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റൂ. നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റും. ആൾക്കാരൊക്കെ അതിൻ്റെ മുമ്പിൽ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. മുതിർന്നവർക്ക് 70 രൂപയും കുട്ടികൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അതോടൊപ്പം തന്നെ വീഡിയോ എടുക്കുന്നതിന് 200 രൂപയും മൊബൈൽ ക്യാമറയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 50 രൂപയും നമ്മൾ ഒരാൾ കൊടുക്കണം. ടിക്കറ്റ് എടുത്ത് നമ്മൾ സബ്മറൈൻ അടുത്തേക്ക് പോവുകയാണ്. ആധുനിക ഗേറ്റ് സംവിധാനമൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഇതുവരെ അത് പ്രവർത്തന സജ്ജമായിട്ടില്ല. ഉടനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് മെറ്റൽ ഷിപ്പ് ആങ്കർ. ഈ ആങ്കറാണ് കപ്പലിനെ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്തുന്നത്. കടലിൽ നല്ല കനമുള്ള ചങ്ങല കെട്ടി ഇതിനേക്ക് ചേർത്ത് വെക്കും. ഇതിന് നല്ല വെയിറ്റുമാണ്. കടലിലൊക്കെ കപ്പലിനെ പിടിച്ച് നിർത്തുന്ന ഒരു സാധനം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആങ്കർ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ വന്നിട്ട് അവിടെ നമുക്ക് 3 ചുവപ്പടയാളങ്ങൾ കാണാം. അതാണ് ടോർപെഡോ. മിസൈലുകളാണ്, ശത്രുക്കളെ നശിപ്പിക്കാൻ റെഡിയായിട്ടിരിക്കുന്ന മിസൈലുകൾ. ഇതാണ് മുങ്ങിക്കപ്പലുകളിൽ നിന്ന് ശത്രുക്കളിലേക്ക് അവർ തള്ളിവിടുന്നത്. അതിൻ്റെ ഒരു മോഡൽ പുറത്ത് വെച്ചിട്ടുണ്ട്. യഥാർത്ഥമായ ടോർപെഡോ, നിർവീര്യമാക്കപ്പെട്ട ടോർപെഡോ. ഇത് നമുക്ക് കൂടുതൽ കാണാൻ വേണ്ടിയാണ്, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയാണ്. അതിനെക്കുറിച്ച് ഇവിടെയും എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു ബോംബ് സ്വഭാവത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് ചെന്ന് ആ ലക്ഷ്യത്തിൽ തൊടുന്ന സമയത്ത് അത് പൊട്ടിത്തെറിക്കും. നേവൽ സബ്മറൈൻ മ്യൂസിയം കുർസുറ എന്നാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് കൂറ്റൻ ചങ്ങല, കണ്ടില്ലേ? അതിൻ്റെ കനം ഭയങ്കരമാണ്. നമ്മളിങ്ങനെ കൈകൊണ്ട് എടുത്തു നോക്കുമ്പോൾ തന്നെ നല്ല ഭാരം നമുക്ക് തോന്നും. നമ്മൾ നേരത്തെ എടുത്ത ടിക്കറ്റ് അവിടെ എൻട്രി ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റൂ. നമ്മുടെ ആ സെക്യൂരിറ്റി വീണ്ടും അത് വാങ്ങിച്ചു നോക്കുകയാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് ക്യാമറ എൻട്രി ഇട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കിയെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോവുകയാണ്. യഥാർത്ഥ മുങ്ങിക്കപ്പലിന് ഇങ്ങനെ സ്റ്റെപ്പുകളോ അല്ലെങ്കിൽ വാതിലുകളോ ഒന്നുമില്ല. INS കുർസുറ മുങ്ങിക്കപ്പലിൻ്റെ നീളമെന്ന് പറയുന്നത് 91.3 മീറ്ററാണ്, ഏതാണ്ട് 300 അടിയോളം. അതിൻ്റെ ഉയരമെന്ന് പറയുന്നത് 15 മീറ്ററുമാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി അകത്തേക്ക് പോകുന്നു. ഇത് മ്യൂസിയം ആക്കിയതിന് ശേഷം കയറി ഇറങ്ങാനുള്ള വാതിലുകളാണ്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്മറൈൻ ഇങ്ങനെ വാതിലുകൾ ഇല്ല. അവിടെ കാണുന്നതാണ് വിശാഖപട്ടണം കടൽ തീരം. എപ്പോഴും നല്ല കാറ്റാണ്, തണുത്ത കാറ്റാണ് അവിടേക്ക് അടിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ പതുക്കെ ആ മഞ്ഞ ഡോറിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ അതിന് മുമ്പേ പല ആൾക്കാരും അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഗൈഡ് ഇരുന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കാണുന്നതാണ് ടോർപെഡോ മിസൈൽസ്, ആ പച്ച നിറത്തിലുള്ളത്. ഒരുപാട് ഉപകരണങ്ങളൊക്കെ ഉണ്ട്, മെഷീനറീസൊക്കെ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനറിയില്ല. ചില പേരുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, മിസൈലുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക, ടോർപെഡോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കടൽ പോകുന്ന സമയത്ത് ശത്രുക്കളെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ സ്വിച്ച് ഞെക്കും, അത് നേരെ പോയി അവരെ തൊടും, അത് പൊട്ടിത്തെറിക്കും. അങ്ങനെ ശത്രുക്കളെ കടലിനടിയിലൂടെ പരാജയപ്പെടുത്താനും പേടിപ്പിക്കാനും വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരു സംവിധാനമാണ് സബ്മറൈൻ, അല്ലെങ്കിൽ അന്തർവാഹിനി, അല്ലെങ്കിൽ മുങ്ങിക്കപ്പൽ എന്നൊക്കെ നമുക്ക് പല പേരുകളിൽ അതിനെ വിളിക്കാം. ഇത്തരത്തിലുള്ള അന്തർവാഹിനികൾ കണ്ടുപിടിക്കാൻ അടിസ്ഥാനമായത് എന്ത് ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് BC 3-ാം നൂറ്റാണ്ടിൽ ആർക്കിമിഡീസ് പ്രഖ്യാപിച്ച പ്ലവന തത്വമാണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യമെന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്ലവം ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ അതിൻ്റെ ഭാരത്തോളം ദ്രവത്തെ അത് ആദേശം ചെയ്യുന്നു. ഈ തത്വത്തിലൂടെയുള്ള ശാസ്ത്രജ്ഞന്മാരുടെ, എഞ്ചിനീയർമാരുടെ യാത്രയാണ് അന്തർവാഹിനികളിലേക്ക് എത്തിച്ചേർന്നത്. ആദ്യത്തെ അന്തർവാഹിനി നിർമ്മാതാവ് എന്ന ബഹുമതി കിട്ടിയത് കോർണീലിയസ് ഡ്രെബൽ എന്ന ഡച്ചുകാരനാണ്. ഇനിയും നമുക്ക് INS കുർസുറയുടെ ചരിത്രത്തിലേക്ക് വരാം. INS കുർസുറ ഡീസൽ ഇലക്ട്രിക്കൽ സബ്മറൈൻ ഓഫ് ദ ഇന്ത്യൻ നേവി ആയിരുന്നു. ഇന്ത്യയുടെ 4ാമത്തെ സബ്മറൈൻ. 1869 ഡിസംബർ 18 കമ്മീഷൻ ചെയ്ത സബ്മറൈൻ 2001 ഫെബ്രുവരി 27
31 വർഷങ്ങൾക്ക് ശേഷം ഡീകമ്മീഷൻ ചെയ്തു. റഷ്യയിലാണ് INS കുർസുറ നിർമ്മിച്ചത്. സോവിയറ്റ് യൂണിയനിലെ ലെനിൻഗ്രേഡ് സുഡോമേക്കിലെ അഡ്മിറാലിറ്റി ഷിപ്പ്യാർഡിലാണ് INS കുർസുറ നിർമ്മിച്ചത്. റഷ്യൻ ടൈഫൂൺ വിഭാഗത്തിൽപ്പെടുന്ന അന്തർവാഹിനിയാണ്. ഇന്നുവരെ ഉള്ളതിൽ ഏറ്റവും മികച്ച തരത്തിലുള്ള അന്തർവാഹിനിയും. ഇനിയും നമുക്ക് അന്തർവാഹിനിയുടെ ഉൾവശം വിശദമായിട്ട് കാണാം. എങ്ങനെ കൃത്യമായി പറഞ്ഞു തരും എന്ന് ചോദിച്ചാൽ പറ്റുന്ന കാര്യമല്ല. ഇതൊന്നും നമുക്ക് പരിചയപ്പെടുത്താൻ ഉള്ള പരിചയമില്ല. പക്ഷേ ഇതിനകത്ത് അന്തർവാഹിനി പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ എന്തെല്ലാം സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് അതിശയം തോന്നും. എത്രയെത്ര മീറ്ററുകൾ, എത്രയെത്ര മെഷീനുകൾ, ഉപകരണങ്ങൾ, എന്തെല്ലാം. ഇവിടെ വാഷ് സ്പേസ് ഉണ്ട്. ഇതിനകത്ത് വാഷ് സ്പേസ്, ഇതിനകത്ത് മനുഷ്യരൊക്കെ ജീവിച്ചുകൊണ്ടാണ് ഇത് പോകുന്നത്. INS കുർസുറയിൽ ടോട്ടലായിട്ട് 77 ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത്. അതിൽ 8 പേര് ഓഫീസേഴ്സും 69 പേര് സെയിലേഴ്സുമായിരുന്നു. സബ്മറൈൻ്റെ ഉൾവശത്തെ 7 കമ്പാർട്ട്മെൻറ്റുകളായിട്ട് അവർ തിരിച്ചിരുന്നു. ഓരോ കമ്പാർട്ട്മെൻറ്റിലും പ്രത്യേകമായ കർമ്മങ്ങളും ചിട്ടപ്പെടുത്തിയിരുന്നു. ഈ കാണുന്നതാണ് ക്യാപ്റ്റൻ്റെ ക്യാബിൻ. ഇവിടെ ഇരുന്നുകൊണ്ടാണ് ക്യാപ്റ്റൻ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അന്ന് ക്യാപ്റ്റൻ ഈ ചെറിയ സംവിധാനത്തിൽ ഇരുന്നതെന്നുള്ളത്. 10 അടി വീതിയുള്ള ചെറിയ മുറികളാണ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഉപകരണങ്ങളാണ്. പല രീതിയിൽ ഈ സബ്മറൈൻ പ്രവർത്തിക്കാനാവശ്യമായ ഉപകരണങ്ങൾ. ഇതാണ് ചെറിയ ബെഡ്റൂമുകൾ. ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും സൗകര്യമില്ലാത്ത ബെഡുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള സൗകര്യമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം മിഷണറീസാണ് ഇത് പ്രവർത്തിപ്പിക്കാനുള്ളത്. ഈ 77 സ്റ്റാഫുകൾ ഇതിനകത്താണ് താമസിക്കേണ്ടതായിട്ടുണ്ട്, പോയി തിരിച്ചു വരുന്നത് വരെ. അപ്പോൾ അത്രയും പേർക്കുള്ള സംവിധാനങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇവർക്ക് കിച്ചണും ഉണ്ട്. കിച്ചണ് 10 അടി മാത്രമേ ഉള്ളൂ. 2 പേര് നിന്നാണ് കിച്ചണിൽ ആഹാര കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഇതാണ് ഡൈനിങ് റൂം. അവർ കടലിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവർക്ക് ആവശ്യമായ അത്രയും കാലത്തേക്കുള്ള ആഹാരങ്ങളും മറ്റു കാര്യങ്ങളും ഈ മുങ്ങിക്കപ്പലിനകത്ത് തയ്യാറാക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ ഫ്രിഡ്ജിലും മറ്റുള്ള ഇടത്തുമൊക്കെ ടിന്നിലുമൊക്കെ അടച്ചു വെച്ചിട്ടാണ് അവർ യാത്ര തുടങ്ങുന്നത്. പ്രധാനപ്പെട്ട ഒരു വിഷയം അവർ അഭിമുഖീകരിക്കേണ്ടി വന്നത് തീർച്ചയായും വെള്ളത്തെക്കുറിച്ചായിരിക്കും. ശുദ്ധമായ വെള്ളം വേണമല്ലോ ഇത്രയും പേർക്ക്. ഈ 77 പേർക്കായിട്ട് 2 വാഷ്റൂമും 2 വാഷ് ബേസിനുമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് വേണം അവർ മാറി മാറി ഉപയോഗിക്കാൻ. ഇവർക്ക് കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കുളിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നി. എൻ്റെ ഒരു ചെറിയ പരിമിതമായൊരു അറിവിൽ അവരാരും ഈ സമയങ്ങളിൽ കുളിക്കുകയോ താടി വടിക്കുകയോ ചെയ്യില്ല എന്ന് വരെയാണ് അറിയാൻ കഴിഞ്ഞത്. എത്രമാത്രം ശരിയാണ് എന്നെനിക്ക് ആധികാരികമായിട്ട് പറയാനും കഴിയുന്നില്ല. ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കാൻ ഒരു ജനാല പോലുമില്ല. വേറെ എല്ലാത്തിലും ജനാലയുണ്ട്. മറ്റ് കപ്പലിലാണെങ്കിലും ബോട്ടിലാണെങ്കിലും അതുപോലെ വിമാനത്തിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും എല്ലാത്തിലും ജനാലകളുണ്ട്. ഇതിലില്ല. ഇവിടെയൊക്കെ ഓരോരുത്തരിരുന്ന് ജോലി ചെയ്തതാണ്. മെയിൻ നാവിഗേഷൻ റൂമാണിത്. ഇവർക്ക് ഓക്സിജൻ എങ്ങനെ കിട്ടി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വൈദ്യുത വിശ്ലേഷണം വഴിയാണ് ആ പ്രക്രിയ നടന്നത്. വൈദ്യുതി കടത്തിവിട്ട് H2 തന്മാത്രകളെ വിഘടിപ്പിച്ചാണ് ഓക്സിജൻ സബ്മറൈനുള്ളിൽ ഒരുക്കിയെടുക്കുന്നത്. വീണ്ടും ഒരുപാട് ഉപകരണങ്ങൾ, ഒരുപാട് നോബുകൾ, ഒരുപാട് മീറ്ററുകൾ, എന്തൊക്കെയാണോ എന്തോ. പക്ഷേ ഇതാണ് ഇവയെ കടലിനടിയിലേക്ക് ആഴത്തിൽ കൊണ്ടുപോയി ചലിപ്പിച്ചുകൊണ്ടിരുന്നത്. 2 പേർക്ക് മാക്സിമം അടുപ്പിച്ച് നടക്കാൻ പറ്റുന്ന വഴികളാണ് ഇതിനകത്തുള്ളത്. ഇത്രയും മെഷീനും കാര്യങ്ങളും നോബുകളും ഒക്കെ വളരെ ശ്രദ്ധയോടെ ചലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവരെത്രമാത്രം പരിശീലനം കിട്ടിയവരായിരിക്കണം. നമുക്കത് സിമ്പിളായിട്ട് കണ്ടുപോകാൻ പറ്റുന്നു എങ്കിലും പക്ഷേ ഇതിനകത്ത് ജീവിച്ചിരുന്നവരുടെ ആ ഒരു സമയവും അവരുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും അവരുടെ ആഹാരവും അവരുടെ ജീവിതക്രമവും ഒക്കെ നമുക്ക് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഒരു ചെറിയ സംവിധാനത്തിൽ ഇടുങ്ങിയ മുറിയിൽ ശത്രുക്കളെ ഭയന്ന് വേണമല്ലോ അവർ കിടന്നുറങ്ങാനായിട്ടും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുമായിട്ട്. ഒരുപക്ഷെ അവർ ഉറങ്ങിയിട്ടുണ്ടാവില്ല തിരിച്ചു വരുന്നത് വരെ, അല്ലെങ്കിൽ അർത്ഥമയക്കങ്ങൾ മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളാവൂ. നമ്മളീ കാണുന്നത് അതിൻ്റെ ഒരു മേൽത്തട്ട് രൂപമാണ്. ഇതിനടിയിലും ഇതുപോലെയുള്ള സംവിധാനങ്ങളുണ്ട്.
ഇതിനകത്ത് ഭാരം നിറയ്ക്കപ്പെടുമ്പോഴാണ് ഇത് കൂടുതൽ താഴേക്ക് മുങ്ങിപ്പോകുന്നത്. പലരും പല പ്രദേശത്തു നിന്നും ദേശത്തു നിന്നും ഒക്കെ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ട്, കൊച്ചു കുട്ടികൾ വരെ. തണ്ട് ഇവിടെ ഒരു റൂമുണ്ട്, ഒരാളങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. റേഡിയോ റിസീവർ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. മെസ്സേജുകൾ ഒക്കെ ഓരോരോ രീതിയിൽ അവരിലേക്ക് എത്താറുണ്ട്. INS കുർസുറയിലെ ഓഫീസേഴ്സിൻ്റെ അതിലുണ്ടായിരുന്ന ക്യാപ്റ്റന്മാരുടെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വിവരങ്ങളാണ് എഴുതിയിരിക്കുന്നത്. വീണ്ടും നമുക്ക് ചെറിയ ബെഡ്റൂമുകൾ കാണാൻ പറ്റും. ഇത്രയും പേര് കിടന്ന സ്ഥലമല്ലേ. നമുക്ക് ആ കാലഘട്ടത്തിലേക്കൊന്ന് പോയി മനസ്സുകൊണ്ട് അവരോട് നമ്മുടെ സ്നേഹം പങ്കുവെക്കാം. ഇതൊക്കെ അവരുടെ അതിനകത്ത് ഉപയോഗിക്കുന്ന ഡ്രസ് കോഡുകളാണ്. അവരുടെ കർമ്മ സമയത്ത് അവരുപയോഗിക്കുന്ന ഡ്രസ്സുകൾ. ഇവിടെയാണ് ടിൻഡ് പ്രൊവിഷൻസ് ഉള്ളത്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ആഹാര സാധനങ്ങൾ ടിന്നിൽ നിറച്ച് ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിറച്ച് കൊണ്ടുപോകുന്നത്. ഇതാണ് കിച്ചണൊക്കെ ഒരു ചെറിയ മുറികളാണ്. 2 പേര് നിന്നാണ് പാചകം ചെയ്യുന്നത്. അവിടെ ഒരു സ്ത്രീയെ അങ്ങനെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും നടന്ന് പുറത്തെ വഴിയുടെ അടുത്തേക്ക് വരികയാണ്. 91.3 മീറ്ററാണല്ലോ ഇതിൻ്റെ അകലമെന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഭാരവുമുണ്ട്. 1950 ടണ്ണാണ് ഇത് സർഫേസിൽ ഇതുള്ളത്. പക്ഷേ ഇത് മുങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഭാരം 2450 ടണ്ണായിട്ട് മാറുന്നുണ്ട്. ഇവിടെയാണ് ഈ INS കുർസുറയുടെ മെയിൻ ഡീസൽ എഞ്ചിനായിട്ടുള്ളത്. ഈ ഭാഗം ഡീസൽ എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്. ഇതിൻ്റെ ഫുൾ സെറ്റായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഇതിന് 6000 ഹോഴ്സ് പവർ കിട്ടുമെന്നാണ് പറയുന്നത്. ഈ INS കുർസുറ 1,36,000 കിലോമീറ്ററാണ് ടോട്ടൽ സഞ്ചരിച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. INS കുർസുറ 1971 ഇൻഡോ പാകിസ്ഥാൻ വാറിലും പങ്കെടുത്തിരുന്നു, കടലിനടിയിലൂടെ. ചന്ദ്രബാബു നായിഡു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇവിടെ ആന്ധ്ര ഭരിച്ചിരുന്ന സമയത്ത് ഇങ്ങനൊരു സംവിധാനം ഇവിടെ ആക്കി വെച്ചതാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക്, വിശാഖപട്ടണത്ത് വരുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ സബ്മറൈൻ്റെ ഉൾവശം കാണുകയും എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു കാലത്തെ സെറ്റപ്പ് എന്ന് അറിയാൻ പറ്റും. ഹായ്, ഹലോ, യുവർ ഗുഡ് നെയിം? യുവർ ഗുഡ് നെയിം? യുവർ ഫ്രം വിച്ച് പ്ലേസ്? റായ്പൂർ. ഓക്കെ, താങ്ക് യു. വിശാഖപട്ടണത്തെ കടൽ തിരയടിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് എയർപോർട്ടാണ്. തൊട്ടപ്പുറത്ത് എയർപോർട്ട്, ഇവിടെ കടല്. ഇവിടെ ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരുകൾ, കപ്പലുകൾ ഒരുപാടുണ്ട്. വിശാഖപട്ടണത്തിന്റെ ഒരു മനോഹാരിതയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കാണിക്കേണ്ട ആവശ്യം. ഇതാണ് സബ്മറൈൻ്റെ അടിഭാഗം. ഇവിടെ നമുക്ക് പ്രൊപ്പല്ലർ കാണാം. ഇതൊക്കെ നിയന്ത്രിച്ചാണ് ഇതിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്നത്. അതുപോലെ നമ്മുടെ വള്ളം തുഴയുമ്പോഴുള്ള തുഴകളില്ലേ, അതിൻ്റെ രൂപത്തിലുള്ളൊരു സംഭവം 2 സൈഡിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഇതിൻ്റെ ഗതിയെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ സെയിലേഴ്സ് എന്നല്ല ഇതിനകത്തുള്ള ആൾക്കാരെ പറയും, സബ്മറൈനേഴ്സ് എന്നാണ്. അവരൊരു പക്ഷേ ഈ കോണിംഗ് ടവറുണ്ട്, ഇതിൻ്റെ മുകളിൽ ടവറുണ്ട്, അവിടെ ഏതെങ്കിലും ഭാഗത്തോടായിരിക്കാം ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നത് യാത്രയ്ക്കായിട്ട്. ഓരോ സബ്മറൈനിലും കർമ്മനിരതരായ മനുഷ്യരെ ആദരവോടെ സല്യൂട്ട് ചെയ്യുന്നു. തൊഴിലെങ്കിലും അതിൻ്റെ സഹനം ചെറുതല്ല. അനുഭവിക്കാത്ത കാലത്തോളം ഞങ്ങൾക്കത് അന്യമാണ്. ഇന്നൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ഷാബേലിനും ഡോക്ടർ അരുണിനും നരേഷിനും നന്ദി. നിങ്ങൾ കൂടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ സന്ദർശനം ഏറ്റവും മികച്ചതായത്. അപ്പോൾ നമുക്കെല്ലാവർക്കും വീണ്ടും കാണാം. വീണ്ടും സന്ദീപ് വരെ വണക്കം.